ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാക്ക് ആൻഡ് ബ്ലോഗിലെ അനദർ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഹോണ്ട ടിസ്റ്റർ പാർട്ട് 2 വീഡിയോ ആണ്, കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ. അപ്പോൾ നമ്മുടെ 2010 മോഡൽ വണ്ടിയാണ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തത്. അപ്പോൾ പാർട്ട് 1 നമ്മൾ കാണിച്ചിട്ടുണ്ട്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. പോയി ചാനലിൽ പോയി കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വണ്ടി ഇപ്പോൾ ഇങ്ങനെയാണ് മാറിയിരിക്കുന്നതെന്ന് വെച്ചാൽ ചേഞ്ച്, ആ ഒരു പഴയ ഒരു ലുക്കിൽ നിന്ന് പുതിയൊരു ലുക്കിലേക്കുള്ള ആ പഴയ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് വണ്ടി മാറി എന്നുള്ള സ്റ്റോക്ക് കമ്പനി നമ്മൾ ഷോറൂം കണ്ടീഷനിൽ വണ്ടി എടുക്കുന്ന ആ ഒരു ഫീലിങ്സ് ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഒരു ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണമെങ്കിൽ അതിന് മൊത്തത്തിലായിട്ടുള്ള ഫുൾ റീപ്ലേസ് ചെയ്യണം. അതായത് ഓരോ പാർട്സ് പോയിരിക്കുന്ന പാർട്സ് നമ്മളത് മാറിയാൽ അതിൻ്റെ ഒറിജിനാലിറ്റി കംപ്ലീറ്റ്ലി തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വണ്ടി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിരിക്കണം. ഉദാഹരണത്തിന് പോലും നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിലും കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ നല്ല അറ്റ്മോസ്ഫിയറിൽ പെയിൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ ഒരു മഴയുള്ള സമയത്താണ് നിങ്ങൾ പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോച്ചിലായിരിക്കും നമ്മൾ ക്ലിയർ അടിക്കുമ്പോൾ ടൈമിലും ഒരു ഗ്ലേസിങ് കിട്ടില്ല. അതുപോലെ നമ്മൾ പെയിൻറ്റിങ്ങിലും കുറച്ച് ഇത് വരും, ഡ്രോബാക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വെളിയിലാണ് ഗാരേജില്ല, വെളിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വെളിയിലാണ് ചെയ്യണമെങ്കിലും അത് നിങ്ങളത് ശ്രദ്ധിക്കാൻ മറക്കരുത്. അതുപോലെ ഏത് വണ്ടി രജിസ്ട്രേഷൻ ചെയ്താലും നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം. ഒരു സ്ക്രാപ്പ് യാർഡിൽ കിടക്കുന്ന വണ്ടിയായപ്പോലും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇതൊരു സ്ക്രാപ്പ് വണ്ടിയായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ്ലി ഇതിൻ്റെ ഒബിയസ്ലി ഇത് പറയണമെങ്കിൽ ഇതൊരു വണ്ടി ഒരു ബാഡ് ഡ്രോബാക്കാണ് ഇതിനുള്ളത്. അതിൻ്റെ പാർട്ട് 1 നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർട്ട് 1 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും, അത് നിങ്ങൾ കയറി നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഇതിൻ്റെ ഓണർ പറഞ്ഞത് കംപ്ലീറ്റ്ലി വണ്ടി ഒരു പുത്തൻ വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഫീലിങ്സ് കിട്ടണമെന്ന ആളുടെ ഒരു താല്പര്യമായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്തു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വണ്ടി രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ ട്രിപ്സും എല്ലാം നമ്മൾ പറഞ്ഞതായിരിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട്